ഹലോ ഗൈസ്, പേളിമാണിയുടെ ഷോനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പേളിമാണിയുടെ വീഡിയോസ് വൺ ഹിറ്റാണ്, അതിലൊരു സംശയമില്ല. മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ഉള്ളത്. പേളിമാണിയുടെ ലൈഫ് വളരെ എക്സ്പോസ്ഡ് ആയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്. അതായത് അവർ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പുള്ള ലൈഫും ഇൻ്റർവ്യൂസും സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തുള്ള പരിപാടിയായിരുന്നു. അതിനുശേഷം പേളിമാണി ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആളുകൾക്ക് കൂടുതൽ പേളിമാണി എന്താണ്, പേളിമാണിയുടെ ഒരു വൈബ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ കിട്ടാൻ തുടങ്ങി. എക്സ്പോസ്ഡായി. പിന്നെ ശ്രീനിഷായിട്ടുള്ള പ്രേമം, കല്യാണം, അല്ലേ, കുട്ടികളുണ്ടാവൽ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ, ഒരു യൂട്യൂബ് ചാനലിലൂടെ വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പേളിമാണിക്ക് സാധിച്ചു. പേളിമാണി ഒരു നല്ലൊരു ബിസിനസ് വുമണാണ്, എൻ്റർപ്രണറാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കേസ്. അവർ നല്ല ഇൻ്റർവ്യൂവറാണ്. അതൊരു എൻ്റർപ്രണറിയൽ മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് അവർ ആളുകളിലേക്ക് എത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് സ്പോൺസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അവരെന്താ ഒരു ബ്രാൻഡായിട്ട് പേളിമാണിയുടെ ഷോ വളർന്നു വന്നു എന്നുള്ളതാണ്. സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി വളരെ നമ്മൾ കുറച്ച് സങ്കടപ്പെട്ടിരിക്കുക, ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് സമാധാനം കിട്ടുന്ന രീതിയിൽ, എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ പേളിമാണിയുടെ ഷോനെ ഒരുക്കിയെടുത്തിരിക്കുന്നു എന്നതാണ് പേളിമാണി ഷോൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. പേളിമാണിയുടെ ഇൻ്റർവ്യൂസിൽ അല്ലെങ്കിൽ ആ ഷോയിൽ ആളുകളുടെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, ഇപ്പോൾ അവർ സിനിമകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള സെറ്റപ്പുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനിടയ്ക്ക് എന്താ ഒരു ഭരദ്വാജം, ഒരു കുറച്ച് മീഡിയ പേഴ്സൺസും കുറച്ച് ആളുകൾ, സീനിയറായ കുറച്ച് ആളുകളൊക്കെ പേളിമാണിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിലാണ് സംഭവം. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പേളിമാണിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഈ ക്രിറ്റിസിസം, ഇങ്ങനെയുള്ള സാധനങ്ങൾ, കമൻറ്റ്സ് എങ്ങനെ ഡീൽ ചെയ്യുന്നു വെച്ചാൽ മൂപ്പത്തിര് പറഞ്ഞു എനിക്ക് നെഗറ്റീവായ സംഗതികൾ വരുന്നില്ല എന്നാണ്. അത് പച്ചക്കള്ളാണ് കേസ്, പച്ചക്കള്ളാണ്. അതായത് പേളിമാണിൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ട് പലരും പറയുന്നുണ്ട്, എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പേളിമാണി ഡിലീറ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു സംഗതി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ നെഗറ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സെലിബ്രിറ്റി ആണോ എന്ന് ആളുകൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു സംഗതിയാണോ, ഓവറയാണോ പേളിമാണി സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്ന ഒരു സംഗതി. അപ്പോൾ ഉണ്ണി ഇതിനെക്കുറിച്ചിട്ട്, സിനിഫൈൽ ഉണ്ണി ഉണ്ടല്ലോ, ഉണ്ണി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ലൈറ്റായിട്ട് സട്ടിലായിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഉണ്ണിയുടെ, എനിക്ക് അങ്ങനെ തോന്നിയുള്ളത്. അതിൻ്റെ താഴെ വന്നിട്ട് പേളിമാണി കുറച്ച് നെഗറ്റീവായ രീതിയിൽ, പെട്ടെന്ന് എന്തോ ഈഗോ ഹേർട്ടാവുന്ന രീതിയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വന്ന രീതിയിൽ എന്തോ രീതിയിലുള്ള ഒരു കമൻറ്റ് പേളിമാണി വീഡിയോന് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ സോഷ്യൽ മീഡിയ കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പോസിറ്റീവായ സംഗതികൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകൂടെ, എന്തിനാണ് നെഗറ്റീവായ രീതിയിൽ കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെയാണ് പേളിമാണിൻ്റെ കമൻറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് സംബന്ധിച്ചാൽ ഉണ്ണിയുടെ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, കുട്ടികളെ അവരുടെ പ്രൈവസി ഭേദിക്കുന്ന രീതിയിൽ കുട്ടികളെ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ആ കുട്ടികൾക്ക് അപ്പം നെഗറ്റീവായ രീതിയിൽ അതിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരൊരു വൾണറബിലിറ്റീസിനെ എക്സ്പോസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് അവരുടെ ലൈഫിനെ ബാധിക്കും, അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും. പിന്നീട് ഭാവിയിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇന്ന ആളുടെ സെലിബ്രിറ്റിയുടെ മകളല്ലേ, അങ്ങനെയല്ലേ എന്നൊക്കെ പറയുമ്പോഴുള്ള വിഷയങ്ങളുണ്ടല്ലോ അങ്ങനെ. അതേപോലെ തന്നെ പലരും അത് പല രീതിയിലേക്കായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള വീഡിയോസൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്പേർട്സ് പറയുന്നത് ചെറിയ കുട്ടികളുടെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യരുത്. അത്രയും വൾണറബിളായ രീതിയിലുള്ള അവരുടെ ഇമോഷണലായിട്ടുള്ള ഔട്ട് ബേസ്റ്റുകൾ, ഇമോഷണലായിട്ടുള്ള രീതിയിൽ അവർ പാരൻസിനെ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്തിട്ട് അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ലേ, ഫ്രീഡം വെച്ചിട്ട്, അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടരുത് എന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ്. പക്ഷേ പേളിമാണിയുടെ കുട്ടികളെ പേളിമാണിൻ്റെ വീഡിയോസിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു. പല ഗസ്റ്റുകൾ വരുമ്പോൾ കുട്ടികൾ എവിടെയെന്നൊക്കെ ചോദിക്കുന്നു. അതുപോലെ വളരെ അൺകംഫർട്ടബിളായ രീതിയിൽ ഗസ്റ്റുകൾ ഒക്കെ ഡബിൾ മീനിങ് ആയ രീതിയിലൊക്കെ പേളിമാണിൻ്റെ ഒരു രീതിയിൽ സംസാരിക്കുന്നു. അത് വളരെ ജോയ്ഫുള്ളായ രീതിയിൽ ആളുകൾക്ക് തോന്നുമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് എന്താണ് ഇവരിത് ഇങ്ങനെ കാണിക്കുന്ന സംഗതി തോന്നുന്നുണ്ടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവെ പേളിമാൻ ഷോയ്ക്കെതിരെ എന്നല്ല, പേളിമാൻ്റെ ആ ഒരു ഷോൻ്റെ കുറച്ച് നെഗറ്റീവായ രീതിയിൽ ആളുകൾ ആരെങ്കിലുമൊക്കെ വിമർശിക്കുന്ന ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും പേളിമാണിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ വളരെ ലൈറ്റ് ഹേർട്ടഡ് ആയ ഒരാളാണ്, എന്താണ് ഇങ്ങനൊരു സംഭവം എന്നുള്ള രീതിയിൽ. ഇനി എൻ്റെ ഒരു പോയിൻ്റ് കൂടെ പറയട്ടെ ഗൈസ്, ഓരോരുത്തരും ഓരോ രീതിയിലാണ്, എല്ലാം തികഞ്ഞ ആളുകളൊന്നുമല്ല ആരും. പേളിമാണിക്ക് കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരിക്കും. അവരിപ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ അവർ വീഡിയോസ് ചെയ്യണത്? ആയിരിക്കാം. പക്ഷേ അതിനൊക്കെ കൂടുതൽ കാശുണ്ടാക്കുന്നൊരു സാധനമുണ്ട്. അവർ സ്വയം എക്സ്പ്രസ് ചെയ്യാവുന്നൊരു സംഗതിയുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അവർ ചെയ്യുന്നു. അത് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. പിന്നെ പേളിമാൻ്റെ ഷോനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരെ വലിയൊരു വിജയമാണത്, അല്ലേ? ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഉണ്ണിയുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ കുറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായും സീക്രട്ട് ഏജൻറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ച് നമുക്ക് എത്ര കുറ്റം പറയാൻ പറ്റും? എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ വീഡിയോസിനെ കുറിച്ച് എത്ര കുറ്റം പറയാൻ പറ്റും നിങ്ങൾക്ക്?
അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. നല്ലതും ചീത്തയൊക്കെ നമുക്ക് പറയാൻ പറ്റും. വിമർശനാത്മകമായിട്ട് നമുക്ക് ഒരു കാര്യത്തെ സമീപിക്കുകയൊക്കെ ചെയ്യാം. ഉണ്ണി പറഞ്ഞിട്ടുണ്ട്, ഉണ്ണിക്ക് പേളിമാൻ്റെ ഒരു വീഡിയോനെ കുറിച്ച്, ഇപ്പോൾ ഒരു പേളിമാൻ്റെ വീഡിയോനെ കുറിച്ച് പേളിമാണി ഷോനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ പറഞ്ഞിട്ട് പലരും ഇങ്ങനെ പറയലുണ്ട്. പക്ഷേ ഒരു മണിക്കൂറിൻ്റെ വീഡിയോ കാണാൻ ക്ഷമയൊന്നും ഇല്ല എന്ന് ഉണ്ണി പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി എന്താ വെച്ചാൽ കുറച്ചുകൂടി ബുദ്ധിജീവി തരത്തിൽ വീഡിയോസ് കാണാനാണ് ആഗ്രഹമുള്ളത് എന്നതുകൊണ്ടായിരിക്കും പേളിമാൻ്റെ ഷോ ദഹിക്കാത്തത്. അപ്പോൾ ഇതെന്താ കാര്യം വെച്ചാൽ ഈ ബുദ്ധിജീവിത്തരം മാത്രമല്ല സമൂഹത്തിലുള്ളത്. ആളുകൾ പൊതുവേ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാവും പലരും എന്താ ചെയ്യുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഉണ്ണിക്കും കഴിയണം. ഉണ്ണിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ലല്ലോ പേളിമാണിയുടെ ഷോ എന്ന് പറയുന്നത്. അത് ഉണ്ണിയുടെ നെഗറ്റീവാണ്, വേണമെങ്കിൽ അങ്ങനെ എടുത്തോളെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ ഉണ്ണിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ പേളിമാണിൻ്റെ ഭാഗത്തോ ആർക്കെതിരെയോ അതല്ല ഇവിടുത്തെ വിഷയം. അവിടെ പറഞ്ഞു വരുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. പോസിറ്റീവ്സും നെഗറ്റീവ്സും വീക്ക് പോയിൻറ്റുകളും പ്ലസ് പോയിൻറ്റുകളും ഒക്കെ നെഗറ്റീവ് പോയിൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരാൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടും സക്സസ്ഫുൾ ആവാനും അല്ലെങ്കിൽ സ്വയം എക്സ്പ്രസ് ചെയ്യാനും പല പർപ്പസ് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ചിലർ അവരുടെ ബ്രാൻഡിനെ വളർത്തിയെടുക്കാൻ വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പലരും വീഡിയോസ് ചെയ്യുന്നു. പല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസ് കണ്ടാലൊക്കെ മനസ്സിലാവും. അപ്പോൾ പലരും പറയുന്നുണ്ട് അവർ സ്വയം എന്താ പറയുക, ഒരാൾക്കൊരു അപ്പോൾ 1000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പബ്ലിസിറ്റി രീതിയിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, പേഴ്സണലായിട്ട് കൊടുത്താൽ പോരെ, പ്രൈവറ്റായിട്ട് കൊടുത്താൽ പോരെ എന്നൊക്കെ. അപ്പോൾ അത് അപ്പോൾ അവർക്ക് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ എന്നൊക്കെ. അപ്പോൾ ഇത് വാങ്ങുന്ന ആളുകളുടെ പ്രൈവസി എന്തായിരിക്കും? അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലേ, ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ, അവർക്കൊരു ഡിഗ്നിറ്റി ഇല്ലേ, അതിന് ബാധിക്കൂലേ എന്ന് പറയുന്നത് കാര്യമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് നമുക്കിങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ട് എടുക്കുക, എങ്ങനെ വേണമെങ്കിൽ എടുക്കുക. അത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ പൊതുവെ നെഗറ്റിവിറ്റിയിലാണ് അതിന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയിട്ട് എന്തായാലും പേളിമാണിയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. കുറ്റം പറയാനാണെങ്കിൽ കുറ്റം പറയാനുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ഇന്ന് പോസിറ്റീവായിട്ട് പറയുന്ന ആളുകൾ നാളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും, ഇന്ന് കുറ്റപ്പെടുത്തുന്ന ആളുകൾ നാളെ പോസിറ്റീവായിട്ടും പറയും. ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ആദ്യമായിട്ടാണ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.